ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റ പാസഞ്ചർ പുതിയ പേരിൽ ഭാഗത്തിലൊക്കെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് നോക്കിയിട്ട് സ്ട്രക്ചർ ചെയ്യാം. ടെക്നിക്കൽ അനലൈസിങ് ആണ് പറയുന്നത്. ഇത് ബയ്യിങ് സെല്ലിങ് ഉള്ള വീഡിയോ അല്ല. ജസ്റ്റ് ഞാനിത് മുമ്പ് അവിടെ ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ് ഇതിൻ്റെ ഓൾ ടൈം ചാർട്ട് എന്ന് പറയുന്നത്. മന്ത്ലി ക്യാൻഡിലുകളിൽ തന്നെ ഓൾ ടൈം ചാർട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ്. നോർമൽ കണ്ടീഷനിൽ ഇതിൻ്റെ ബേസ്മെൻറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടം ഇതുപോലെ ഇത്രയും വലിയ കമ്പനിക്കൊന്നും ഇങ്ങനത്തെ ചാർട്ട് വരുന്നത് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. ഇതിങ്ങനെയാണ് എക്സ്പാൻഡ് ട്രയാങ്കിൾ ഒന്നില്ലെങ്കിൽ 100% അല്ലെങ്കിൽ 127%. അതായത് ഈക്വൽ ടു ഫസ്റ്റ് വേവ് ആയിരിക്കും തേർഡ് വേവ്, അല്ലെങ്കിൽ 127% വരും. അത് കറക്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജിലാണ് നമുക്കിവിടെ മൂവ്മെൻറ്റ് കറക്ഷൻ വന്ന ആൾക്കാർ ഇപ്പോൾ ആകെ പ്രശ്നത്തിലിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് സോണായിട്ട് 1600 തൊട്ട് 4000 വരെയൊക്കെ റണ്ണിങ്ങിൽ പോകേണ്ട സംഭവമാണ്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കുന്നതായിരിക്കാം. ഇപ്പോൾ ഷോർട്ട് ടൈമിലേക്കുള്ളത് നോക്കാം. ഈ ഒരു എഡ്ജിൽ എന്താ സംഭവിക്കുന്നത് മാത്രമായിട്ടൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഇതിൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേരിയേഷൻ മാത്രം എടുത്താൽ ഇത് കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു പമ്പിങ് ആണ്. രക്തം തട്ടാജി തിരിച്ചതിൽ കയറിയിട്ട് ഉണ്ടായ പമ്പിങ്. ഇപ്പോൾ ആൾ പോയപ്പോഴാണ് തോന്നുന്നത് തിരിച്ചിറങ്ങാൻ തുടങ്ങിയത്. ആൾ ചെയർമാൻ സ്ഥാനമൊക്കെ ഒഴിവാക്കിയതൊക്കെ ആയിരുന്നല്ലോ ഒരിക്കൽ. അപ്പോൾ ഇതൊരു എന്താ പറയുക, കറക്ഷൻ മോഡിക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കറക്ഷൻ മോഡ് എന്ന് പറയുമ്പോൾ ഒരു 32% ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 32% ഈ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഏകദേശം 280, 259, മാക്സിമം പോയ 175 ഇത്രയൊക്കെ വരുന്നൊരു സംഭവമാണിത്. അപ്പോൾ തൽക്കാലത്തേക്ക് ബ്രേക്ക് ഔട്ട് എന്തെങ്കിലും വരണ വരെ ഇതിൽ എൻട്രി എടുക്കാതിരിക്കാൻ നല്ലത്. സ്റ്റോക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. സ്റ്റോക്ക് ഇനിയും റണ്ണിങ്ങിൽ പോകും. പക്ഷേ ഇതെപ്പോഴും ഇതിൻ്റെ ഇടക്കാല ബുക്കിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റോക്കാണ്. വലിയ ബുക്കിംഗ് ആണ് നടക്കുക. അപ്പോൾ ഇവിടെ വെച്ചെങ്കിൽ ബുക്കിങ്ങിൻ്റെ ടൈം തന്നെ ആയിട്ടില്ല. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ടൊന്നും താഴ്ത്തി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 237 20ലാണ് ഇതിൻ്റെ മെയിൻ വരുന്നത്. അതിന് ശേഷം അത് കയറി ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ബെയർ ട്രെൻഡ് വീക്കായി മുകളിൽ കയറി പൊക്കോളും ചെയ്യും. അതിന് മുമ്പ് ഒരു ബേസ്മെൻറ്റുകൾ വരും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇടണ്ടാവും നല്ലത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൽ വാങ്ങാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. എപ്പോഴാണെങ്കിൽ വാങ്ങിയത് സ്റ്റോക്കും ആവറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. മീൻസ് നമ്മൾ ആവറേജ് പോകാനുള്ള പൈസ ഇട്ടിട്ട് വാങ്ങുന്നത് നല്ലത്. വാങ്ങി കയ്യിൽ വെക്കണം എന്നുള്ളവർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. വേറെ ഇതുമേ ലോ ടൈം ഫ്രെയിമിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ ഒരു കറക്ഷൻ മോഡിലാണ് നിൽക്കുന്നത്.